സിനിമ അല്ലെങ്കിൽ അതിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വലിയ സംഭവ വികാസങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു പശ്ചാത്തലം കുറച്ചു കാലമായിട്ട് ഇന്ത്യൻ സിനിമയിൽ നാം കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ തികച്ചും നിർദോഷകരമായി പറയുന്ന ചില പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ഭാഷ അല്ലെങ്കിൽ മതങ്ങൾ, സെക്യുലർ തത്വങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പൊതുബോധത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ശ്രീ കമലഹാസൻ ഇവിടെ പ്രസ്താവിച്ച ഭാഷയുടെ റൂട്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഭാഷാ കുടുംബങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ കന്നഡ ഭാഷയുടെ ഒരു കുടുംബം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ദക്ഷിണ ദ്രാവിഡ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു വിഷയത്തെ പറഞ്ഞുകൊണ്ട് കന്നഡ ഒരു ദേശീയവാദം എന്ന രീതിയിൽ, പ്രാദേശികവാദം എന്ന രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കന്നഡ സംഘടനകൾ അതിനെ ആളിക്കത്തിച്ചുകൊണ്ട് ആ സിനിമ തന്നെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ഒരു ആർട്ടിക്കിൾ 19 പ്രദാനം ചെയ്യുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 19 മുൻപോട്ട് വയ്ക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെതിരെയുള്ള കടന്നുകയറ്റം ആണ്. മുൻപ് നമുക്ക് ഓർമ്മയുണ്ട്, രാജസ്ഥാനിൽ നിന്നുള്ള ഈ പത്മാവത് സിനിമയുടെ മായി ബന്ധപ്പെട്ട് കർണി സംഘടനയുടെ നേതാക്കൾ ആ സിനിമ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നത്. അന്നാണെങ്കിൽ റാണി പത്മാവതിന്റെ ആ ഒരു ജോഹർ രീതിയിലുള്ള ഒരു ജീവകുരുതി അന്ന് സ്ത്രീകൾ ചെയ്തിരുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം പശ്ചാത്തലപ്പെടുത്തിയിട്ടുള്ള ഒരു വിവാദമായിരുന്നു അത്. അതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വന്ന കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അടുത്തയിടെ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കാർട്ടൂണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു വലിയ ബ്രോഡർ മൈൻഡിലുള്ള ഒരു നിലപാടാണ് ഇന്ത്യൻ കോടതികൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യ നിയമവ്യവഹാരങ്ങളിലേക്ക് ഇത് വലിച്ചഴക്കേണ്ടതില്ല. അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് അതിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊട്ടക്ഷൻ, പരിഗണന, സംരക്ഷണം ഒരുക്കി കൊടുക്കാനാണ് കർണാടക സർക്കാരിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത്. ഇത് പ്രാദേശികവാദം മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളുടെ പേരിൽ വികാരം ആളിക്കത്തിച്ചുകൊണ്ടുള്ള, പേരിന് വേണ്ടിയുള്ള വിഘടിപ്പിക്കൽ, ഭിന്നിപ്പിക്കൽ ശക്തികൾക്കെതിരെയുള്ള ഒരു കോടതിയുടെ താക്കീതായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് കാണാൻ താല്പര്യമില്ലാത്തവർ കാണണ്ട, സിനിമ പ്രദർശിപ്പിക്കാൻ പൗരന് അവകാശമുണ്ട്. ഇത് വളരെ പ്രസക്തമല്ലേ? കാരണം ഒരു സിനിമയായി തന്നെ കാണുക എന്നുള്ളതല്ലേ, അല്ലാതെ ആ ഒരു താരം, അതിനുള്ളിലെ ഒരു താരം പറഞ്ഞ ഒരു വാക്കിൽ, ആ ഒരു പരാമർശത്തെ തുടർന്ന് ഒരു സിനിമ മൊത്തത്തിൽ ബാൻ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുകയല്ലേ? തീർച്ചയായും. നോക്കൂ, സിനിമയിലെ പരാമർശങ്ങൾ തന്നെ, ആ സിനിമയുടെ ഉള്ളിലെ സബ്ജക്ട് തന്നെ ഒരു പക്ഷേ വിവാദപരമാണെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഇവിടെ പ്രദർശനത്തിന് വിലക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർട്ടൂണിസ്റ്റിനെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് ഫ്രഞ്ച് കാർട്ടൂൺ പത്രമായ ചാർലി ഹെബ്ദോയുടെ വിഷയം നമുക്ക് ഓർമ്മയുണ്ടാകും. ചില മതമൗലികവാദികൾ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന, ഹനിക്കുന്ന രീതിയിലാണ് ആ കാർട്ടൂൺ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. അന്ന് ഫ്രഞ്ച് സർക്കാർ എടുത്ത ഒരു ശ്ലാഘനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ ഓസ്പീഷ്യസ് പബ്ലിക് സ്പേസുകളിൽ ഒരു സെക്യുലർ നിലപാടുകളിൽ ഉയർത്തി നിൽക്കുന്ന ഫ്രഞ്ച് സെക്യുലറത്തിന്റെ കൺസെപ്റ്റുമായിട്ടുള്ള ഫ്രഞ്ച് ഗവൺമെന്റ് നിങ്ങൾക്ക് വികാരങ്ങളെ പ്രക്ഷുബ്ധമാക്കുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു കാർട്ടൂണിനെ അതിന്റെ ഓജസ്സും തേജസ്സും നഷ്ടപ്പെടാതെ തന്നെ പ്രസിദ്ധീകരിക്കപ്പെടാനുള്ള അവകാശങ്ങളുണ്ട്. ആ പത്രം വാങ്ങണോ, അല്ലെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യണോ, അത് കാണണോ വേണ്ടയോ, ആ രീതിയിൽ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ പ്രാദേശിക ഭാഷ, സ്വഭാവം, നിറം, അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ, അതെല്ലാം അനുസരിച്ച് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് സെർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സംഗതി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ സ്വീകരിക്കാൻ തൽപരരായവർക്ക്, ഉദാഹരണത്തിന് തഗ് ലൈഫ് എന്ന സിനിമ സ്വീകരിക്കാൻ തൽപരരായവർക്ക് ഈ കമലഹാസന്റെ പ്രസ്താവനയെ ഉൾച്ചേർത്തുകൊണ്ട് തന്നെ അത് കാണാൻ പോവുകയോ, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയോ അത് ആസ്വദിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ തഗ് ലൈഫ് സിനിമയെയും അല്ലെങ്കിൽ ഈ പ്രസ്താവനയും തന്നെ കളയേണ്ടവർക്ക് ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാതിരിക്കാം. കമലഹാസന്റെ അത്തരം കന്നഡ ഭാഷയെ വ്രണപ്പെടുത്തിക്കൊണ്ടാണെന്ന് ആരോപിക്കപ്പെടുന്ന ആ ഒരു കമന്റിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് കന്നഡ ഭാഷയെ സ്നേഹത്തോടെ പുലുകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അതിനെ ഇന്ത്യൻ രാജ്യത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമ തടയുകയല്ല വേണ്ടത്. പകരം അവരവരുടെ ഓപ്ഷന് വേണ്ടി ആ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.